അഹമ്മദാബാദിൽ രാജ്യം നടുങ്ങിയ വിമാന അപകടം നടന്നിട്ട് ഒരു മാസം തികഞ്ഞു. അപകടമുണ്ടായത് എന്തുകൊണ്ടെന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്ന കാര്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നത്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഒരേ സമയം ഓഫായത് കൊണ്ടാണ് അപകടമുണ്ടായത് എന്നാണ് നിർണായക കണ്ടെത്തൽ. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് എഞ്ചിൻ ഓഫ് ചെയ്തത് എന്നുള്ള വോയിസും കണ്ടെത്തിയതോടുകൂടിയാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായതാണ് ഈ മഹാദുരന്തമുണ്ടായതിൻ്റെ പ്രധാന കാരണമെന്ന് മനസ്സിലാക്കിയത്. എന്തിനു വേണ്ടി എഞ്ചിൻ ഓഫ് ചെയ്തു എന്ന് പൈലറ്റിന്റെ വാക്കിന് രണ്ടാമനായ പൈലറ്റ് പറയുന്നത് താൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന്. ഇത്തരത്തിൽ അബദ്ധവശാൽ ഓഫാകാൻ മാത്രമുള്ള തരത്തിലാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്? എന്ത് തന്നെയായാലും ഈ മഹാദുരന്തം ഒട്ടേറെ ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് തകർത്തെറിഞ്ഞത്. അതുപോലെ തന്നെ പത്തനംതിട്ട സ്വദേശിയായ നമ്മുടെ രഞ്ജിത ജി നായരുടേത്. തൻ്റെ പൊന്നുമക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്കൊരു വീടുണ്ടാക്കിയ രഞ്ജിത ജി നായർക്ക് തൻ്റെ അവസാന ആഗ്രഹം പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്ന അവൾക്ക് തൻ്റെ ജീവനും സ്വപ്നങ്ങളും നഷ്ടമായതും ഈ മഹാദുരന്തത്തിലൂടെ. ഇനിയും ഇത്തരത്തിൽ വിമാന ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി ശക്തമായ കരുതലും ബോധവൽക്കരണവും അത്യാവശ്യമാണ്. രഞ്ജിതയുടെ 2 മക്കളുടെ കാര്യം മുഴുക്കുടിയനായ ഭർത്താവിൽ നിന്നും അത്തരം സാഹചര്യങ്ങൾ സഹിക്കാനാവാതെയാണ് സ്വയം വേർപിരിഞ്ഞത് രഞ്ജിതയുടെ മരണവിവരമറിഞ്ഞെത്തിയ ഭർത്താവ് അപ്പോഴും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരിക്കലും ആ കുട്ടികളെ അയാളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർവരുടെയും, പ്രത്യേകിച്ച് രഞ്ജിത ജി നായരുടെ നാട്ടുകാരുടെയും പ്രതികരണം. രഞ്ജിതയുടെ മക്കൾ ഇപ്പോൾ അമ്മൂമ്മയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ക്യാൻസർ രോഗിയായ ഇവർക്ക് ആ പൊന്നുമക്കളെ എത്രത്തോളം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ളത് പറയാനാകില്ല. അച്ഛൻ്റെ ഇത്തരത്തിലുള്ള മദ്യപാന ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ രഞ്ജിത ജി നായരുടെ മക്കൾക്ക് പിതാവിൻ്റെ സംരക്ഷണം തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മനസ്സിലാക്കുവാനുള്ള ബോധം അദ്ദേഹത്തിന് ലഭിക്കട്ടെ. 1:07:37 റൺവേയിൽ വിമാനം നീങ്ങി തുടങ്ങി. ടേക്ക് ഓഫിന് തൊട്ടു മുൻപുള്ള വേഗമായ 153 നോട്ട്സിൽ വിമാനം എത്തിയത് 1:08:33. 2 സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ട് ഉയരാൻ ആവശ്യമായ 155 നോട്ട്സ് വേഗത്തിൽ 4 സെക്കൻഡ് കഴിഞ്ഞ് 1:08:39 നിലം വിട്ടുയർന്നു. മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ വേഗവും കടന്ന് 180 നോട്ട്സ് വേഗത്തിൽ വിമാനം എത്തിയത് 1:08:42. ഉടൻ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും ഓഫ് ചെയ്യപ്പെട്ടു. റൺ എന്ന നിലയിൽ നിന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി. ഇടതുവശത്തെ എഞ്ചിൻ 1ന്റെ സ്വിച്ച് ആദ്യം ഓഫായി. 1 സെക്കൻഡിന് ശേഷം വലത്തെ 2ാമത്തെ എഞ്ചിന്റെ സ്വിച്ചും ഓഫായി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് വോയിസ് റെക്കോർഡിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് മറുപടി. ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാൻ തുടങ്ങി. കറക്കത്തിന്റെ വേഗം കുറഞ്ഞു. വിമാനത്തിന്റെ മുകളിലേക്കുള്ള തള്ളൽ കുറഞ്ഞു. ഓഫാക്കി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 1ാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി. 4 സെക്കൻഡിനു ശേഷം 2ാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു. പക്ഷേ കാര്യമുണ്ടായില്ല.